ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പാര എവിടെ നിന്നെല്ലാം വരാമെന്നറിയാം. ഇന്ന് കർണാടകത്തിൽ നിന്നൊരു പാര വന്നു. ഈ സംഭവം നടന്നത് ആലപ്പുഴയിലാണ്. അവിടെ ഈ കെ സി വേണുഗോപാൽ സംഘടിപ്പിച്ച ഒരു മെറിറ്റ് ഈവനിങ്, കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്ന വേദിയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റം തന്നെ തകരാറിലായി. കേരളത്തിലെ ആരോഗ്യരംഗമൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുകയാണെന്ന് നാഴിക്ക് 40 വട്ടം കേരളത്തിൽ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. പക്ഷേ കർണാടകത്തിൽ നിന്ന് ഒരു റവന്യൂ മന്ത്രി കേരളത്തിൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ, കേരളത്തിൻ്റെ ആരോഗ്യരംഗം സൂപ്പറാണ്, നമ്പർ 1 അടിപൊളിയാണ്. അത് കെ സി വേണുഗോപാലിനെ വേദിയിലിരുത്തിക്കൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് റവന്യൂ മിനിസ്റ്റർ പറയുകയാണ് അടിപൊളിയാണ് എന്ന് പറയുന്നു. കൃഷ്ണബൈര ഗൗഡ എന്ന് പറയുന്ന മന്ത്രിയായി പറയുന്നു. ഈ ഗൗഡ പറഞ്ഞതിൻ്റെ അപകടം എന്താണെന്നറിയാമോ? ഈ കോൺഗ്രസ്സുകാരും കെ സി വേണുഗോപാലും ഒക്കെ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ആരോഗ്യ സംവിധാനമുണ്ട്, സിസ്റ്റം ഫെയിലുവറാണ് എന്ന് പറയുന്ന സമയത്താണ് കർണാടകത്തിൽ നിന്നൊരു സാക്ഷ്യപത്രം. സൂപ്പറായിട്ട് കാര്യങ്ങൾ പോവുക. പിന്നീട് കെ സി തിരുത്തി, അത് അങ്ങേര് പ്രശംസയല്ല വിമർശിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം നമ്മുടെയും കൂടെ എല്ലാ ചാനലിൻ്റെയും കയ്യിലിരിക്കുക. എന്നാലും കെ സി ഇങ്ങനൊരു അക്കടി പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രൈം ടൈം തുടരുകയാണ്. നമുക്ക് സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്ത ഇന്ന് റിയാദിൽ നിന്ന് വരുന്നു. സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിന് ആശ്വാസമായൊരു സുപ്രീം കോടതി വിധി അവിടെ വന്നിരിക്കുന്നു. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. കീഴ്ക്കോടതി വിധി സൗദി അറേബ്യയിലെ സുപ്രീം കോടതി ശരിവെച്ചു എന്നാണ് വാർത്ത. സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രതികരിക്കുകയും ചെയ്തു. ഇന്ന് വന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് അത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അതുപോലെ കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം ജലീലിലേക്ക്. ജലീൽ, ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും ഈ ഒരു ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ, പരമോന്നത നീതിന്യായാസനം തള്ളിയതോടെ ഒരുപക്ഷെ നമ്മുടെ റഹീമിൻ്റെ പുറത്തേക്കുള്ള വഴി, അതായത് നാട്ടിലേക്കുള്ള വഴി തെളിയുകയാണ് എന്ന് വിശ്വസിക്കാമോ? SKN സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദിയിലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 20 വർഷത്തെ തടവ് എന്നതാണ് പൊതു അവകാശ കേസ് അബ്ദുറഹീമിന് നേരത്തെ അപ്പീൽ കോടതി വിധിച്ചത്. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് 20 വർഷത്തെ തടവ് എന്നത് പോരാ, കൂടുതൽ ശിക്ഷ നൽകണം എന്നായിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ്. അപ്പീൽ കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. അതായത് 20 വർഷത്തെ തടവ്, നേരത്തെ 19 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി 1 വർഷത്തോളം മാത്രം, അതായത് ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ശിക്ഷ കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ശിക്ഷ ആവശ്യമില്ല എന്നാണ് സൗദിയിലെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് 20 വർഷത്തെ തടവ് ശിക്ഷ അബ്ദുറഹീമിന് കീഴ്ക്കോടതി വിധിച്ചത്. ഇത് ജൂലൈ 9-ന് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു അബ്ദുറഹീമിന്. ഈ വധശിക്ഷ സൗദി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സ്വരൂപിച്ചു നൽകിയ 15 മില്യൺ റിയാൽ, 34 കോടിയോളം രൂപ മോചനദ്രവ്യം ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകുകയും ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതോടെ സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾ തീരുകയും പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് പിന്നീട് കോടതി ഈ വിചാരണ ഉണ്ടായത്. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ 20 വർഷത്തെ തടവാണ് അബ്ദുറഹീമിന് വിധിച്ചത്. അത് 19 വർഷം നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ഇനി അബ്ദുറഹീമിന് ജയിലിൽ കിടക്കേണ്ടതുള്ളൂ. അതിനുശേഷം അബ്ദുറഹീം മോചിതനാവും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ വിധി ഏറെ സന്തോഷകരമാണെന്ന് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഫറൂഖിലെ ഈ റഹീമിൻ്റെ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ ജയിൽ മോചനവും കാത്ത് ഇരിക്കുകയാണ്. ഇത്രയും കാലമായി അമ്മ വഴിക്കണ്ണുമായി ഇങ്ങനെ കാത്തിരിക്കുന്നു മകന് വേണ്ടി. റിയാദിലെ ജയിലിൽ പോയി ഉമ്മ മകനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടെ അവിടെ പ്രതീക്ഷ വളരെ കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ സുപ്രീം കോടതി വിധി ആശ്വാസത്തിൻ്റെ വെളിച്ചം ആ ഉമ്മയുടെ മനസ്സിലേക്ക് കോരിയിട്ട് കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേർന്നു. നിഖിൽ, അവരുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. എന്താണ് അവരൊക്കെ പറയുന്നത്? ഈ വിധി വളരെ ആശ്വാസകരമാണല്ലോ.
തീർച്ചയായും അദ്ദേഹത്തിന്റെ സഹോദരനുമായി ഞാൻ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പങ്കുവച്ചൊരു വിവരം പുതുതായി ഇക്കാര്യത്തിൽ, അതായത് കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൻ്റെ സഹോദരൻ്റെ തിരിച്ചുവരവ് അല്പം കൂടി വേഗത്തിലാകുന്നുവല്ലോ എന്നുള്ളൊരു ആശ്വാസം അവർ പങ്കുവെക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തുറന്ന പ്രതികരണത്തിന് താനില്ല എന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു. കാരണം ഒരുപാട് ഇക്കാര്യത്തിൽ അവർ വേദനകൾ പങ്കുവച്ചതാണ്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ, സ്കെൻ അടക്കമുള്ള ആളുകൾ ആ വീട്ടിലെത്തുകയും ആ ഉമ്മയുടെ നോവ്, കണ്ണീർ, വേദന അതൊക്കെ നേരിൽ കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകത്തെമ്പാട് നിന്നും സഹായങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അവരെ തേടി എത്തുന്നൊരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി ശരിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി തൻ്റെ സഹോദരൻ്റെ മോചനം എത്രയും വേഗത്തിൽ ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു ആശ്വാസം കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നന്ദി അറിയിക്കുന്നില്ല. പക്ഷേ ലോകത്തെമ്പാടും ഇരുന്ന് വാർത്തകൾ നൽകിയ ആളുകൾ, അത് കേട്ട ആളുകൾ, അതിനെ പിന്തുണച്ച ആളുകൾ, നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ആളുകൾ, അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുകയാണ് കുടുംബം. ഇപ്പോൾ സമീർ ബിൻ കരീം തിരൂരിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തു നിന്ന് വീണ് ഒരു അതിഥി തൊഴിലാളി മരിച്ചു എന്നാണ് സങ്കടകരമായ വാർത്ത. പുത്തരിക്കലിലെ വ്യാപാര സ്ഥാപനത്തിന് മുകളിൽ പെയിന്റിംഗ് ജോലിക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്. ബീഹാർ സ്വദേശി മുഹമ്മദ് ഹജറത്ത് അലി ആണ് മരിച്ചത്. 29 വയസ്സ് മാത്രമേ ഈ ചെറുപ്പക്കാരന് പ്രായമുണ്ടായിരുന്നുള്ളൂ. സങ്കടകരമായി പോയി. എന്തായാലും GST ഇളവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. GST ഇളവുകൾ ഒരുപക്ഷെ ഈ GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമാണെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറയുന്നു. GST പരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ വസ്തുക്കൾക്ക് നാളെ മുതൽ വില കുറയും, നന്നായി വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ നാളെ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിനും തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി. മധ്യവർഗത്തിനും കർഷകർക്കും സ്ത്രീകൾക്കും ഇരട്ടി മധുരമാണ് GST 2.0. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी, सभी को ये बचत उत्सव का बहुत फायदा होगा. നാളെ മുതൽ 5%, 18% എന്നീ രണ്ട് നികുതി സ്ലാബുകൾ മാത്രം. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരുമെന്ന് പ്രധാനമന്ത്രി. അവശ്യ വസ്തുക്കൾക്കും TV, ബൈക്ക്, കാർ, AC എന്നിവയ്ക്കും വില കുറയും. വീട് നിർമ്മാണത്തിന് ചിലവ് കുറയും. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്നും ഓരോ വീടും കടയും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പൗരന്മാർ ദൈവങ്ങൾ എന്നതാണ് പുതുമന്ത്രം. अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. नेक्स्ट जनरेशन GST रिफॉर्म में इसकी साफ झलक दिखाई देती है. हमें हर घर को स्वदेशी का प्रतीक बनाना है. मैं स्वदेशी सामान की बिक्री भी करता हूं. GST പരിഷ്കാരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി. GST നിരക്കുകളിലെ മാറ്റം നേരത്തെ ജനം അറിഞ്ഞതാണെന്നും H1B വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുമോ എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. 24 ഡൽഹി. നമ്മുടെ മോഹൻ പറയുന്നു, ഇന്ന് SKN എന്തോ വളരെ സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും നാളെ മുതൽ പല അവശ്യ വസ്തുക്കൾക്കും വില കുറയും എന്നുള്ളത് ചെറിയ കാര്യമാണോ? GST 4 സ്ലാബിൽ നിന്ന് 2 സ്ലാബായി കുറഞ്ഞത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശ്രീരാജ് കാലിക്കറ്റ് പറഞ്ഞത് എന്തൊക്കെ മേഖലയിലാണ് ഇളവുകൾ വരുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വിശദീകരണം വരുന്നു. നമ്മുടെ കൃഷ്ണ ചെറിയാൻ ഒരു എക്സ്പ്ലെയിനർ നിങ്ങൾ കാണാൻ പോകുന്നു. GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിലാകുന്നു. 4 സ്ലാബുകൾ 2 കുറഞ്ഞു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം ആലോചിക്കുന്നുണ്ടാവാം. കൃഷ്ണ ചെറിയനിലേക്ക് പോകാം നമുക്ക്. 5, 12, 18, 28 ഈ 4 GST സ്ലാബുകൾ പഴങ്കഥ. ഇനി 5ഉം 18ഉം മാത്രം. 4 സ്ലാബുകൾ 2 ചുരുങ്ങുമ്പോൾ വിലക്കിഴിവിന്റെ സുന്ദര സുരഭില കാലമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തിനൊക്കെ നിരക്ക് കൂടും, എന്തിനൊക്കെ നിരക്ക് കുറയുമെന്ന് നോക്കാം.
പാലിനും പനീറിനും ഇനി GST ഇല്ല. 5% ചരക്ക് സേവന നികുതി സ്ലാബിലുണ്ടായിരുന്ന പാലും പനീറും GST രഹിതരാകുമ്പോൾ ഗണ്യമായ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. നെയ് മുതൽ പനീർ വരെ 700 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമുൽ അറിയിച്ചിട്ടുണ്ട്. വെണ്ണ, നെയ്യ്, ചീസ് ബ്ലോക്ക്, ഐസ്ക്രീം, ഫ്രോസൺ സ്നാക്സ് അങ്ങനെ വില കുറയുന്ന അമുൽ ഉൽപ്പന്നങ്ങളേറെ. അപ്പോൾ എന്താവും പാലിന്റെ അവസ്ഥ? പാക്ക് ചെയ്ത പാൽ GSTയിൽ പെടുമായിരുന്നില്ല. അതുകൊണ്ട് അതിന്റെ വിലയും മാറില്ല. ചായ കാപ്പി പ്രിയർക്കും സന്തോഷിക്കാം. തേയിലയും കാപ്പിപ്പൊടിയും 18% നിന്ന് 5% മാറുകയാണ്. ചായക്കൊപ്പം കുറിക്കാൻ ബിസ്ക്കറ്റും ബേക്കറി ഉൽപ്പന്നങ്ങളും, ഫാസ്റ്റായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കോൺഫ്ലേക്സും വില കുറഞ്ഞ് റെഡിയാകും. ഇതുപോലെ 18 നിന്ന് 5 ചാടിയ മറ്റ് 2 ഇനങ്ങളാണ് ഐസ്ക്രീമും ചോക്ലേറ്റും. ചുരുങ്ങിയ ചെലവിൽ കുറച്ച് സൗന്ദര്യ സംരക്ഷണമായാലോ? സോപ്പ്, ഷാംപൂ, ബ്രഷ്, പേസ്റ്റ് ഇവയെല്ലാം 18 നിന്ന് 5 എത്തിയിട്ടുണ്ട്. ടാൽക്കം പൗഡർ, ഫേസ് പൗഡർ, ഷേവിംഗ് ക്രീം, ആഫ്റ്റർ ഷേവിംഗ് ലോഷൻ എന്നിവയ്ക്കും വില കുറയും. 2500 താഴെയുള്ള ചെരുപ്പിനും കുടയ്ക്കും വില കുറയും. 12% നിന്ന് 5%ലേക്കാണ് GST കുറയുന്നത്. നന്നായി ഒന്ന് തണുപ്പിക്കാൻ AC 28% GST 18%ലേക്ക് മാറും. വില കൂടുതലായതുകൊണ്ട് ഡിഷ് വാഷറും TVയും പ്രൊജക്ടറും ഒക്കെ വേണ്ടെന്ന് വെച്ചവർക്കും ഇനി 18% നികുതി നൽകി ദീപാവലിക്കൊരെണ്ണം വീട്ടിലെത്തിക്കാം. സോണി, സാംസങ്, കോൾഗേറ്റ്, പാർലെ, LG, വോൾട്ടാസ്, ഡെയ്കിൻ, ഗോദ്രേജ് അപ്ലയൻസസ്, പാനസോണിക്, ഹയർ തുടങ്ങിയ മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില വിവരം പുറത്തുവിട്ട് കഴിഞ്ഞു. ഇഷ്ടവാഹനങ്ങൾക്ക് വില കുറച്ച് മിക്ക കമ്പനികളും രംഗത്തെത്തി. ടാറ്റ, ഹണ്ടേ, മാരുതി, സ്കോഡ, കിയ, നിസാൻ കമ്പനികൾക്ക് മത്സരിച്ചാണ് വിലക്കിഴിവ് നൽകുന്നത്. വീട്ടിലെ കുട്ടികളുടെ പഠന ചെലവും കുറയും കേട്ടോ. മാപ്പും ചാർട്ടും ഗ്ലോബും പെൻസിലും ഇറേസറും ക്രയോണും നോട്ട്ബുക്കും ഒക്കെ കുറഞ്ഞ വിലയിൽ കിട്ടും. ഇവയിൽ പലതിനും GST ഇല്ല. വില കൂടുന്നവയുമുണ്ട്. 2500 രൂപയിലേറെയുള്ള കുപ്പായങ്ങൾ ഇടാൻ കൂടുതൽ പണം മുടക്കേണ്ടി വരും. ഇവയുടെ GST 28%. കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്കുകളും മറ്റ് നോൺ ആൽക്കഹോളിക് പാനീയങ്ങളും ഇനി 40% സ്ലാബിലായിരിക്കും. സിഗരറ്റുകളും സ്മോക്കിംഗ് പൈപ്പുകളും ഒക്കെ 40% സിൻ ടാക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് ചെലവ് കുറയും. നിരവധി ജീവൻ രക്ഷാ മരുന്നുകളെയും ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾക്കും വില കുറയും. ഹെൽത്ത് ക്ലബ്ബുകൾ, സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, യോഗ തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സൗന്ദര്യ ശാരീരിക ക്ഷേമ സേവനങ്ങളുടെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റോടെ 18% നിന്ന് നികുതി ക്രെഡിറ്റ് ഇല്ലാതെ 5% കുറച്ചിട്ടുണ്ട്. സിമന്റിന്റെ GST 28% നിന്ന് 18% കുറച്ചതിനാൽ വീട് പണിയുന്നവർക്ക് ഗുണം ലഭിക്കും. ഗ്രാനൈറ്റിനും വില കുറയും. നെക്സ്റ്റ് ജെൻ ടാക്സ് എന്ന് വിലയിരുത്തലുള്ള GST 2.0 നിലവിൽ വരുന്നതോടെ മാസം കുടുംബ ബജറ്റിൽ നല്ലൊരു തുക ലാഭിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. GST കുറച്ചത് ആദ്യഘട്ടം. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് 2ാം ഘട്ടമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ആ 2ാം ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. തോമസ് കുട്ടി കലഞ്ഞൂരിൽ നിന്നൊരു വെളിപാട് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന് ആരും സാധനം ഒന്നും വാങ്ങണ്ട, നാളേക്ക് മാറ്റി വെച്ചോളൂ. എൻ്റെ കലഞ്ഞൂരേ, അത് അപകടമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കട്ടെ. GST കുറയുന്നതോടെ സാധനങ്ങൾ വാങ്ങാൻ കടകളിലേക്കൊക്കെ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് കടക്കാരുടെയൊക്കെ പ്രതീക്ഷ. നാളെ മുതലാണല്ലോ പുതുക്കിയ വില നിലവിൽ വരിക. കൊച്ചി നന്ദലത്ത് G-Mart ഷോറൂമിൽ നിന്ന് നിതിൻ അംബുജനും അതുപോലെ കോഴിക്കോട് ലുലു മാളിൽ നിന്ന് നിഖിൽ പ്രമേഷും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ശരിക്കും ഈ നന്ദലത്തിൽ എങ്ങനെയാണ് വില കുറയുന്നത്? നമ്മൾ ചോദിച്ചു അവരോട്. നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി. അക്ഷരാർത്ഥത്തിൽ ഒരു നവരാത്രി സമ്മാനം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ പറയാം. കാരണം GST നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അതായത് ഒരു സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ 32 ഇഞ്ച് മുകളിലുള്ള TVകളൊക്കെ തന്നെ സുഖമായി തന്നെ വാങ്ങാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിലത്തിൻ്റെ കൊച്ചി എടപ്പള്ളി ഷോറൂമിലാണ്. നാളെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു 100 ഇഞ്ചിൻ്റെ TV ആണിത്. നാളെയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു തുക വ്യത്യാസം നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇതേതാണ്ട് ഒരു 12 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പഴയ തുക. പുതിയ തുക എന്ന് പറയുമ്പോൾ അത് 11,60,000 രൂപയുടെ ഒരു മാറ്റം അതിലുണ്ട്. അതോടൊപ്പം തന്നെ അത് ഓഫർ പ്രൈസ് ആയിട്ട് 7,57,000 കൊടുക്കുക. നേരത്തെ നമുക്കറിയാം TVകൾക്കൊക്കെ തന്നെ GST വരുമ്പോൾ 28% എന്ന സ്ലാബിലായിരുന്നു. അതിപ്പോൾ 18% കുറയാണ്. 10% കുറവുണ്ട്. അത് സാധാരണക്കാർക്ക് സംബന്ധിച്ചാണെങ്കിൽ വലിയ ആശ്വാസമാണ്. ഈ ഓണക്കാലത്തൊക്കെ TVകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ വാങ്ങിയവർക്ക് അല്പം ദുഃഖിക്കേണ്ടി വരും. കാരണം വലിയ തുകയ്ക്ക് മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 32 ഇഞ്ച് TVക്ക് മുകളിലാണ് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ നന്ദിലത്തിൻ്റെ എറണാകുളം ഇടപ്പള്ളി ഷോറൂമിലെ ബ്രാഞ്ച് ഹെഡ് സുധീഷ് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഏത് നിലയിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഇതിപ്പോൾ മെയിൻലി സംഭവിക്കുന്നത് AC, LED,
ഡിഷ് വാഷർ, അതുപോലെ തന്നെ ബാറ്ററി. ഈ 4 കാറ്റഗറിക്കാണ് 28% GST നിന്ന് 18% മാറുന്നത്. ഓൾമോസ്റ്റ് ഒരു 10% കുറവാണ് ആളുകളിലേക്ക് വരുന്നത്. അപ്പോൾ എ സിക്ക് ഒരു തരംഗം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 32 ഇഞ്ച് എബോ ഉള്ള ടി വികൾക്കെല്ലാം ഇനി മുതൽ നാളെ രാവിലെ മുതൽ 18% ടാക്സ് മാറുന്നു. അപ്പോൾ 10% ബെനിഫിറ്റ്സ് കസ്റ്റമറിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ എല്ലാ ടി വികളിലും ഞങ്ങളുടെ പ്രൈസ് തന്നെ ചേഞ്ച് ആയി തുടങ്ങി. എല്ലാത്തിനും 18% മാറുമ്പോൾ MRP ഡിപ്പെൻസ് 18% മാറുന്നു. അതനുസരിച്ച് കസ്റ്റമർക്ക് ഇൻഡിവിജ്വൽ ഓരോ കസ്റ്റമർക്കും അവർ വാങ്ങുന്ന ടി വിക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. കണ്ട ടി വിക്ക് 1 ലക്ഷം രൂപയുടെ കുറവാണ് ഉള്ളത്. 1 ലക്ഷം രൂപയോളം അതിന് കുറയുന്നു. അതുപോലെ അവർക്ക് കസ്റ്റമർക്ക് ആ ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 32 എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇനി ഇല്ലാണ്ട് വരും. ഇനി 43 ഉപയോഗിക്കും ടി വി. അപ്പോൾ സാധാരണക്കാരുടെ ഒരു ആസ്വാദന ശീലം തന്നെ മാറാൻ പോവാണ്. കാരണം 32 ഇഞ്ചെല്ലാം മാറാൻ പോകുന്നു. പകരം ഇനി 42, 47 വലിയ വലിയ ടി വികളിലേക്കാണ് ഇനി അവരുടെ താല്പര്യം വരിക. കാരണം പ്രൈസ് ഭയങ്കര 10% എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു 50,000 രൂപയുടെ ടി വിക്ക് എങ്ങനെ പോലും 5,000 റുപ്പീസ് കുറയാന്ന് പറയുമ്പോഴേക്കും അവർക്കത് വലിയൊരു ബെനിഫിറ്റാണ്. അത് തന്നെയാണ് എ സിയിലും സംഭവിക്കുന്നത്. എ സി ഒന്നും ഇല്ലാത്ത വീടുകളിൽ ഇപ്പോൾ സാധാരണക്കാരെ ആളുകൾ ഏതാണ്ട് 30,000 മുതൽ 40,000 രൂപയുടെ ഒരു വിലയുള്ള എ സികളാണ് പൊതുവെ വാങ്ങാറ്. അപ്പോൾ ഇത് ഇനി പുതിയ എ സികൾ വാങ്ങുമ്പോൾ എത്ര ഒരു ശതമാനത്തെ വിലക്കുറവുണ്ടാകും? ഏകദേശം നോർമലി 1 ടൺ എ സികളാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 ടൺ എ സിക്ക് തന്നെ നമുക്ക് എങ്ങനെ പോലും 2,000-2,500 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരും. അപ്പോൾ 1 ടൺ യൂസ് ചെയ്യുന്ന ആൾക്ക് 1.5 ഇനി അതുപോലെ അതിൻ്റെ 5 സ്റ്റാറിലേക്കോ കൺസെപ്ഷൻ കുറഞ്ഞ 5 സ്റ്റാറിലേക്കോ കൺവേർട്ട് ആവാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പ്രൈസ് റേഞ്ച് കുറയുന്നുണ്ട്. എ സി എന്തായാലും ഇനി തരംഗമായി മാറും. അതുപോലെ തന്നെ ടി വി, ഏറ്റവും കൂടുതൽ ടി വി എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, ടി വിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇനി കോഴിക്കോട് ലുലു മാളിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ശരിയാണ്. നിഖിൽ പ്രമേഷ്, അവിടെ വില എങ്ങനെയാണ് കുറയുമെന്ന് പറയുന്നത്? നിഖിലെ കേൾക്കാമോ? നിഖിൽ, കോഴിക്കോട് ലുലു മാളിൽ നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് എത്തിയിട്ടുണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഈ GST 2 സ്ലാബ് ആകുന്ന നാളെ മുതൽ എങ്ങനെയൊക്കെയാണ് ചില ആവശ്യ വസ്തുക്കൾക്ക് വില കുറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിഖിലിനെ അവിടെ അയച്ചിരിക്കുന്നത്. നിഖിൽ, കേൾക്കാമെങ്കിൽ പറയൂ. ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ കോഴിക്കോട് ലുലു മാളിലാണ്. പുതിയ സ്ലാബ്, പ്രധാനമന്ത്രിയുടെ ഈ നവരാത്രി സമ്മാനം എന്നുള്ള നിലയ്ക്ക് GSTയുടെ പുതിയ സ്ലാബ് അവതരിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഈ ലുലുവിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഷോപ്പിംഗ് ആഘോഷമാക്കി മാറ്റാൻ വരികയാണ്. പക്ഷേ നാളെ രാവിലെ മുതലാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുക. പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, അതോടൊപ്പം തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഹോം അപ്ലയൻസസ്, ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ്, വസ്ത്ര വിപണനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ മാറ്റം ഇക്കാര്യത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് വേണ്ടി എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് ലുലുവിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാം. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഘീൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഈ നെയ്യിന് ഇപ്പോഴത്തെ വില 1 ലിറ്റർ 725 രൂപയാണ്. നാളെ ഇതിപ്പോൾ എത്രയായിട്ട് മാറും? ഇപ്പോൾ നിലവിൽ ഗീയിലേക്ക് 12% 5% കുറച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും MRP വരുന്നത് 990 ആണ്. നമ്മുടെ ഓഫർ പ്രൈസ് 725 ആണ് വരുന്നത്. വീണ്ടും അതിൽ നിന്ന് ഒരു 50 റുപ്പീസ് കൂടി കുറഞ്ഞ് ആളുകൾക്ക് കിട്ടുന്ന അവസരം ഉണ്ടാവുന്നതാണ്. 12 നിന്ന് 5% വലിയ കുറവാണല്ലേ? തന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം 18%, 12% എല്ലാം അത് 5% ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡെയിലി എസെൻഷ്യൽസ് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഈ സ്ഥാപനത്തിൽ വരുന്ന പ്രൊഡക്ട്സിൽ ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിനോട് ചോദിക്കാം, ചേച്ചി ഇപ്പൊ GST നിരക്കിലെ പോലെ വലിയ മാറ്റം വരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആളുകൾക്ക് വലിയ ലാഭം ഉണ്ടാവും, ഒരു മടിച്ചങ്ങോട്ട് പോവാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 5 to 10% കസ്റ്റമേഴ്സിന് സേവ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഡയറക്റ്റ് നാളെ മുതൽ വരാൻ പോവാണ്. ഞങ്ങളിവിടെ ഒരു 2 lakhs പ്രൊഡക്ട്സിന്റെ പ്രൈസ് അറേഞ്ച്മെന്റ്സ് ഇന്ന് നൈറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് നാളെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 5 to 10% പ്രൈസ് കുറയുന്ന രീതിയിലേക്ക് മാറാൻ പോവാണ്. അതായത് ഇന്ന് രാത്രി നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാണ്. സ്പെസിഫിക്കലി നമ്മളൊരു വലിയൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നൈറ്റിലാണ് ഈ ഓപ്പറേഷൻ. നമ്മുടെ ഷോപ്പ് ഒരു ഹാഫ് ആൻ അവർ നേരത്തെ ക്ലോസ് ചെയ്ത് നാളെ ഇതൊരു 2 lakhs ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 12 hours നമുക്ക് ബാക്ക് എൻഡിൽ സമയം വേണം. നാളെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുകൾ തെറ്റിദ്ധരിച്ചോ ഇന്ന് മുതലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നല്ല തിരക്ക്? ഇല്ല, ആക്ച്വലി നമുക്ക് സൺഡേ ഒക്കെ നല്ല റഷ് ഉണ്ടാകാറുണ്ട്. ആക്ച്വലി ഇത് മാത്രമല്ല, ഹോം അപ്ലയൻസ് അതേപോലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഉപകരണങ്ങൾക്കും 28% 18% ആയിട്ടുണ്ട്. നല്ലൊരു GST ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് കിട്ടും. ഓൺ ടൈമിൽ നമ്മൾ നാളെ തന്നെ GST 100% കസ്റ്റമറിലേക്ക് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ കൊടുക്കും. അന്നേരം ഡ്രസ്സിലും അത് റിഫ്ലക്റ്റഡ് ആവും, ഹോം അപ്ലയൻസിൽ മെയിൻ നല്ലൊരു റിഫ്ലക്ട് ഹോം അപ്ലയൻസിലുണ്ട്. 1,500 റേഞ്ചിൽ നിന്ന് ഇപ്പൊ 2,500 വരെ 5%ലേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എസെൻഷ്യൽ പ്രൊഡക്ട്സ് അഥവാ ഡെയിലി നീഡ്സിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ പ്രൈസ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഷോപ്പ് ചെയ്യാൻ വന്നോളുക. ഹാപ്പി ഷോപ്പിംഗ്. നല്ല കാലം വരാൻ പോകുന്നു. നവരാത്രി സമ്മാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ആ വലിയ ഓഫർ സ്വീകരിക്കാൻ എല്ലാവരും കടകളിലേക്ക് എത്താന്നാണ് കടയിലുള്ള ലുലുവിലെ ആളുകളൊക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നിഖിൽ പരമേശ്വരാണ് കോഴിക്കോട് ലുലു മാളിൽ വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ആന്റണി ഫെർണാണ്ടസ് പറഞ്ഞു, എൻ്റെ SKN പറയുമ്പോൾ കേട്ടാൽ തോന്നുന്നു നാളെ മുതൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണെന്ന്. കൊള്ളയടിച്ചത് പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ പ്രേക്ഷകർ പലവിധം. പക്ഷേ GST നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും വലിയ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 2 സ്ലാബായിട്ട് കുറയുമ്പോൾ നാളെ മുതൽ കുറേ വസ്തുക്കളുടെ വില കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴുതപ്രജ്ഞനായ ഒരു ഡോക്ടർ എന്നോട് പറയുകയായിരുന്നു, ചില ട്രഗുകൾ ഈ ട്രഗിൻ്റെ വില ഒരു 4000 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രഗിൻ്റെ MRP ചിലപ്പോൾ 15000 രൂപയായിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ 15000 രൂപയ്ക്ക് ഒരു 1000 രൂപ കുറച്ച് 14000 ആക്കി ഈ MRP വെച്ചിട്ട് ആളുകൾ ഇത്തരം മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ചില മരുന്നുകൾ വിൽക്കുന്നു എന്ന് വളരെ വേദനയോടെ കഴിഞ്ഞൊരു ദിവസം ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു. ഞാനത് ആലോചിച്ചപ്പോൾ നമ്മുടെ ജനങ്ങൾ എങ്ങനെയെല്ലാം ആണ് കൊള്ളയടിക്കപ്പെടുന്നത് എന്നറിയാതെ ആലോചിച്ചു പോയി. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ധനമന്ത്രിക്ക് ആകെ സങ്കടമാണ്. സംസ്ഥാന ധനമന്ത്രി കാര്യം, ഗവൺമെൻറ്റിന്, സംസ്ഥാന സർക്കാരിന് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഈ നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നത്. GST കുറച്ചതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ 24 പറഞ്ഞത്. സംസ്ഥാനങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടം എങ്ങനെ നികത്തുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് ധനമന്ത്രി പറയുന്നു. വിലക്കുറവ് യഥാർത്ഥത്തിൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഗുണം ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ പോകുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, സാധാരണ ആളുകൾക്ക് കിട്ടണം. അതിന് കിട്ടുന്നതിന് പകരം കമ്പനികൾക്ക് ലാഭം കൂടാൻ കാരണമാവാം എന്ന ആശങ്കയുണ്ട്, എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയും. ഇപ്പോൾ കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറയും. ഈ 8,000-10,000 കോടി കുറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ വികസനത്തിനൊക്കെ പണം വേണം. ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ ചികിത്സയും ഇതുണ്ട്. അതിനൊക്കെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള കോമ്പൻസേഷൻ, എത്രയാണോ നഷ്ടം ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. എന്തായാലും നാളെ മുതൽ ഏതൊക്കെ വസ്തുക്കൾക്ക് വില കുറയും, ഈ വിലക്കുറച്ചിൽ ജനങ്ങളിലേക്ക് എത്തുമോ, ഇതൊക്കെയാണ് നമ്മളെ ആശങ്കപ്പെടുത്ത കാര്യം. നാളെ കളി അറിയാം നമുക്ക്. ഇനി ദുബായിൽ വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. ഏഷ്യ കപ്പ് സൂപ്പർ 4 ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ്. അവിടെ ദുബായിൽ മത്സരം പുരോഗമിക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസു നൽകും. അനിൽ, ഗുഡ് ഈവനിങ്. അനിൽ, പറയും, മത്സരം എങ്ങനെ പൊടി പൊടിക്കുകയാണോ അവിടെ? തീർച്ചയായും SKN ഒരു ആവേശ പോരാട്ടം തന്നെയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ആരാധകർ കാത്തിരുന്നതാണ് ഈ ഒരു മത്സരത്തിനായി. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിലെ ഹസ്തദാന വിവാദമൊക്കെ തന്നെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കുറച്ചുകൂടി ആളുകൾ കൗതുകത്തോടു കൂടിയാണ് ഈ മത്സരത്തെ നോക്കിക്കണ്ടത്. എന്തായാലും ഒരു ആവേശ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു ഏകപക്ഷീയമായ വിജയമാണെങ്കിൽ ഇത്തവണ പാകിസ്ഥാൻ കുറച്ച് വാശിയോട് തേടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ പാകിസ്ഥാൻ 1 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. അത് ഇപ്പോൾ 90 കടന്നിരിക്കുകയാണ്. 9.2 ഓവറിൽ പാകിസ്ഥാന് 1 വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത്. അവരുടെ ഫർഹാൻ, കഴിഞ്ഞ മത്സരത്തിലും ഇന്ത്യക്കെതിരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഫർഹാൻ ഇത്തവണയും ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. അർദ്ധ സെഞ്ചുറി പിന്നിട്ടിരിക്കുകയാണ് ഫർഹാൻ. ഈ ഫർഹാനെ 0 പുറത്താക്കാനുള്ള ഒരു അവസരം അഭിഷേക് ശർമ്മ നഷ്ടപ്പെടുത്തി ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. തൊട്ട് പിന്നാലെ സൈം അയ്യൂബിനെ പുറത്താക്കാനുള്ള അവസരം കുൽദീപ് യാദവും നഷ്ടപ്പെടുത്തി. ഈ 2 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഇരുവരും വലിയ സ്കോറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫർഹാൻ 0 കിട്ടിയ ആ ലൈഫിൽ നിന്ന് ഇപ്പോൾ അർദ്ധ സെഞ്ചുറി വരുത്തി. സൈം അയ്യൂബ് 4 റൺസിൽ നിന്ന് കിട്ടിയ ആ ലൈഫിൽ നിന്ന് ഇപ്പോൾ 21 വരെയും എത്തി. ഇന്ത്യക്ക് ആകെ വീഴ്ത്താനായത് ഫഖർ സമാൻ്റെ വിക്കറ്റ് മാത്രമാണ്. 15 റൺസ് എടുത്ത ഫഖർ സമാനെ ഹാർദിക് പാണ്ഡ്യ നമ്മുടെ സഞ്ജു സാംസന്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ 10 ഓവർ എടുക്കാനാവുന്നു. അവർ ഒരു 90-ന് മുകളിലേക്ക് സ്കോർ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ എന്തായാലും ഒരു 200 ആ ഒരു സ്കോർ വെച്ച് തന്നെയായിരിക്കും ഇന്ത്യയുടെ മികച്ച ബാറ്റിംഗ് ലൈനപ്പിനെതിരെ അത്തരം ഒരു സ്കോർ തന്നെയായിരിക്കും മുന്നോട്ട് വെക്കാൻ സാധിക്കുക. എന്തായാലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇനി ഈ സെക്കൻഡ് ഹാഫിൽ, അതായത് 10 ഓവർ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത 10 ഓവറിലെങ്കിലും പാകിസ്ഥാനെ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ സ്പിന്നർമാർക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പിച്ചിൽ കഴിഞ്ഞ ദിവസം കളിച്ച പിച്ചിൽ നിന്ന് വലിയ മാറ്റങ്ങളുണ്ട്. ഇത്തവണ ബാറ്റർമാർക്ക് കൂടി ഒപ്പം തന്നെ വലിയ ആനുകൂല്യം നൽകുന്ന ഒരു പിച്ചാണ് ഇത്തവണ ദുബായിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ആവേശ പോരാട്ടം തന്നെ, മികച്ച റണ്ണൊഴുകുന്ന ഒരു മത്സരം, ഇന്ത്യയുടെ നല്ല ചേസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം SKN ഉള്ളത്. ഇപ്പോൾ 10 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എന്നതാണ് പാകിസ്ഥാന്റെ ഏറ്റവും ഒടുവിലത്തെ സ്കോർ. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് സംഘടനാ റിപ്പോർട്ടിൽ ആത്മവിമർശനം. നേതാക്കൾ ഒരേ വേദിയിൽ തുടരുന്നത്
ഒരു നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പുണ്ടാക്കുന്നു. പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ലെന്നും വിമർശനം ചണ്ഡീഗഡിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ശരിക്കും ഒരു വിമർശനം കാര്യമായി തന്നെ ഉണ്ടായോ? എസ്കെൻ, പാർട്ടിയെ ശാക്തീകരിക്കുക, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചണ്ഡീഗഡിൽ ചേരുന്ന 25ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ട എന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ. ഇതനുസരിച്ച് കൊണ്ട് തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായ ആത്മവിമർശനമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരേ പദവികളിൽ നേതാക്കൾ കാലങ്ങളായി തുടരുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ പോലും മരവിപ്പിക്കുന്നു എന്നും ഊർജം നഷ്ടപ്പെടുത്തുന്നു എന്നുമുള്ള സ്വയം വിമർശനം ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലിംഗസമത്വത്തെക്കുറിച്ച് പാർട്ടി തുടർച്ചയായി തന്നെ വാദിക്കുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ പാർട്ടിക്കുള്ളിൽ പോലും കഴിയുന്നില്ല. ചില നേതാക്കൾക്ക് ഇപ്പോഴും പുരുഷാധിപത്യ പ്രവണത ഉണ്ട് എന്നുള്ളതാണ് വിമർശനം. ഇതോടൊപ്പം തന്നെ ആഡംബരം, അത് ജീവിതത്തിൽ പല നേതാക്കളും പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും തങ്ങളുടെ സ്വകാര്യ ചടങ്ങുകളിൽ ആഡംബരം നടപ്പാക്കുന്നു എന്നും ഈ പ്രവണത ശരിയല്ല എന്നുമുള്ള വിമർശനമുണ്ട്. ഇതോടൊപ്പം പാർട്ടിയുടെ മറ്റ് വർഗ ബഹുജന സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തി പ്രാപിക്കുന്നില്ല, അവരുടെ പ്രവർത്തനം അത് നിർജീവമാണ് എന്നുള്ള വിമർശനമുണ്ട്. ഇതോടൊപ്പം തന്നെ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കുള്ളിൽ പലർക്കും ഇപ്പോഴും ഉണ്ട് എന്നും സീറ്റ് നിഷേധിക്കപ്പെടുന്നതോടെ പാർട്ടി വിടുകയും പിന്നീട് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നതുമായ പ്രവണത കണ്ടുവരുന്നു എന്നുള്ള വിമർശനമുണ്ട്. ഇത്തരത്തിലുള്ള ശക്തമായ വിമർശനമാണ് ഈ സംഘടനാ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പാർട്ടി കോൺഗ്രസിൽ നാളെയായിരിക്കും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ റിപ്പോർട്ടിൽ തുടർന്ന് ചർച്ചകൾ ഉണ്ടാകും. ഈ ചർച്ചയുടെ വേളയിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ തുടക്കമായത് പൊതുസമ്മേളനത്തോടുകൂടി. ഇന്ന് അതിനുശേഷം ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ചേരുകയും നാളത്തെ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റികൾ, കമ്മീഷനുകൾ, പ്രസീഡിയം എന്നിവ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നും PP സുനീർ പ്രസീഡിയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നാളെ രാവിലെ ആയിരിക്കും ഉണ്ടാവുക. എസ്കെൻ, ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് ചേർന്നത്. ഷീജ MK പറയുന്നു, നാളെ മുതൽ ഈ GST സ്ലാബുകൾ ഉണ്ടായി കുറച്ചപ്പോൾ അതിൻ്റെ ആശ്വാസം നമ്മുടെ ജനങ്ങൾ കിട്ടുമെന്നാണ് വിശ്വാസം. നോക്കാം നാളെ മുതൽ എന്നാണ് ഷീജയുടെ ആത്മവിശ്വാസം. അതായത് വനജ PR പറയുന്നു, SKN സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ആ ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞൊരു കാര്യം വളരെ നമ്മൾ മനസ്സിൽ നെഞ്ചിൽ തീക്കൊള്ളിക്കൊണ്ട് എഴുതി വയ്ക്കണം. ഇതൊക്കെ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ഇത് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങൾ GST 2 സ്ലാബായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 5% GST ആയി മാറിയിട്ടുണ്ടെങ്കിൽ സാധനത്തിന് എന്തുകൊണ്ട് വില കുറയുന്നില്ല എന്ന് നിങ്ങൾ സാധനം വാങ്ങാൻ പോകുന്ന കടയിൽ ചോദിക്കണം. പ്രൈം ടൈം തുടരുന്നു. കൊച്ചിയിലെ പബ്ബിൽ വീണ്ടും പോർവിളി. മരട് അനീഷിൻ്റെ സംഘത്തിൽപ്പെട്ട സെബിനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, വിവരങ്ങൾ. എറണാകുളം സൗത്തിലെ വാട്സൺ എന്ന് പറയുന്ന പബ്ബിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മരട് അനീഷിന്റെ സംഘത്തിൽപ്പെട്ട സെബിനും കൊച്ചി കോർപ്പറേഷനിലെ ജനപ്രതിനിധിയായ ടിബിൻ എന്നയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതി. ഇതിൽ ടിബിന്റെ പരാതിയിലാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ പോർവിളി നടന്നു. സെബിൻ ഈ പരാതിക്കാരനായ ടിബിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണെന്നുള്ള എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. SKN. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMCTA പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. നാളെയും മറ്റന്നാളുമാണ് പ്രതിഷേധം. മെഡിക്കൽ കോളേജുകളിൽ ധർണയും DME ഓഫീസിലേക്ക് മാർച്ചും നടത്തും. മേഘ്ന മുരളി വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN കേരള ഗവൺമെന്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ KGMCTA ഒരു പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നാളെയും മറ്റന്നാളുമാണ് കരിദിനമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംഘടന KGMCTA ഒരുങ്ങുന്നത്. മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ സംഘടനയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ പുതിയ മെഡിക്കൽ കോളേജുകളിൽ തസ്തിക സൃഷ്ടിക്കപ്പെടുന്നില്ല, അതുപോലെ തന്നെ അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ, മറ്റു മെഡിക്കൽ കോളേജിൽ നിന്ന് താൽക്കാലികമായി സ്ഥലം മാറ്റുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ
ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് KGMCTA കടക്കുന്നത്. അതിൽ പറയുന്നത് ഇവർ കാലാകാലങ്ങളായി ഈ തസ്തിക പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. അത് സർക്കാരിന്റെ ഭാഗത്തേക്ക് പലതരത്തിലുള്ള പരാതികളുമായി സംഘടനാ ഭാരവാഹികൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. നാളെ കരിദിനം ആചരിക്കും. അതുപോലെ തന്നെ DME ഓഫീസ് മാർച്ച്, ധർണ എന്നടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടിയുമായി, അത് OP അടക്കം നിർത്തിവെച്ചുള്ള പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സംഘടനാ ഭാരവാഹികൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധം കടുപ്പിക്കാനാണ് KGMCTയുടെ തീരുമാനം. കാസർഗോഡ് ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചില്ലെന്ന് പരാതി ഉയരുന്നു. ജനുവരി മാസത്തിലെ കൂലി ലഭിച്ചില്ലെന്നാണ് അവർ പറയുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിൽ 200ഓളം തൊഴിലാളികൾക്കാണ് ജനുവരി 14 മുതൽ 20-ാം തീയതി വരെയുള്ള വേതനം ലഭിക്കാതെ പോയത്. പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന് തൊഴിലാളികൾ 24 പരാതിപ്പെട്ടു. പ്രതിസന്ധിക്ക് കാരണം സാങ്കേതിക തകരാറാണെന്നാണ് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ചെറുവത്തൂർ പഞ്ചായത്തിലെ കൈതക്കാടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമുക്ക് ചേരുന്നത്. 15-ാം വാർഡാണ്, ചെറുവത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡാണ്. ഇവർക്ക് തൊഴിലുറപ്പ് ജോലി ചെയ്തിട്ട് അതിൻ്റെ പൈസ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഒരു ദിവസം 369 രൂപയാണ് ഇവർക്ക് കൂലി ലഭിക്കുന്നത്. 14/1/2025 മുതൽ 20/1/2025 വരെയുള്ള പൈസ ഇനിയും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. കുറേ മാസങ്ങളായി അല്ലേ? കുറേ മാസങ്ങളായി. ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം പറയുന്നത് പൈസ വരും തന്നെ അവർ പറയുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളെ പൈസ എവിടെയും പോകില്ല, വരും തന്നെ പറയുന്നത്. എവിടുന്ന് ഇത് കിട്ടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതാണ്, അങ്ങനെ വരേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പൈസയൊക്കെ വരികയും ചെയ്തു? അതിന് ശേഷമുള്ളതെല്ലാം വന്നു. ഈ കഴിഞ്ഞ മാസം പണിയെടുത്തത് വന്നു. അമ്മ എത്ര വയസ്സായി ഇപ്പോൾ? അമ്മ ഇപ്പോഴും തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ടോ? അതെ, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്. തൊഴിലുറപ്പെടുത്തിട്ട് തന്നെ ജീവിക്കുന്നു. പിന്നെ ഒരു പണി എനിക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് ഗുളിക പണിക്കാൻ 1000 ഉറുപ്പിക ഒരു മാസത്തേക്ക് വേണം. ഈ പണിയെടുത്തിട്ടല്ലേ ജീവിക്കുന്നത്, ഗുളിക തിന്നുന്നു. പിന്നെ ആര് തരണ്ട്? മക്കളെല്ലാം വറ്റിലേ പോയില്ലേ, പിന്നെ ആരുമില്ല എനിക്ക് തരാൻ. ഈ മരുന്നൊക്കെ വാങ്ങണത് ഈ പൈസ കൊണ്ട് തന്നെയാണോ? ഈ പൈസ കിട്ടിയിട്ട് തന്നെ മരുന്നെല്ലാം പണിക്കുന്നു. പിന്നെ പെൻഷൻ പണം കിട്ടും ഒരു മാസം. അത് കൊണ്ട് ഗുളിക പണിക്കുന്നു, ജീവിക്കുന്നു. പിന്നെ ഒരു വയ്യുമില്ല ജീവിക്കാൻ. ഭർത്താവില്ല, ഭർത്താവ് മരിച്ചു. ഒറ്റയ്ക്ക് താമസം? ഒറ്റയ്ക്ക് അനുഭവൻ്റെ ഉള്ളുണ്ട്. ഓള് പണിക്കുപോയിന്. ബുദ്ധിമുട്ടിലാണല്ലേ? വല്ലാതെ ബുദ്ധിമുട്ടാണ് എനിക്കില്ല. ചേച്ചി, ഇപ്പം നിങ്ങൾ നല്ല ബുദ്ധിമുട്ടിലായിരിക്കുമല്ലേ? ഈ പൈസ കിട്ടുന്നില്ല എന്നുള്ള പരാതി ചോദിച്ചിരുന്നോ? അത് കുറേ ചോദിച്ചു. അന്നേരം വരും തന്നെ പറയുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം എടുത്ത പൈസ വരെ വന്നു. ഇതിൻ്റെ ഇടയിലുള്ള പൈസ മാത്രമേ വരാത്ത? ഇടയിലുള്ളത്. അതുകൂടാതെ നമ്മൾ 6 പണിയെടുത്ത പൈസയിൽ തന്നെ ഒരുപാട് പേര് കുറയ്ക്കുകയും ചെയ്തു. 369 രൂപയില്ലെന്ന് 200 ചില റുപ്യ നമുക്ക് വന്നിട്ടും ചെയ്തു. അതായത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി 369 ആണെങ്കിൽ അത് 200 തരുന്നുള്ളൂ. 200 എത്രയോ 100 ചില റുപ്യ കുറച്ചിട്ടാണ് നമുക്ക് വന്നത്. പണി അളവ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ചോദ്യം ചെയ്തിരുന്നു? നമ്മൾ ചോദ്യം ചെയ്തു. അന്നേരം പറഞ്ഞു നിങ്ങളെ അളവ് കുറവാണെന്ന്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഈ എടുത്ത പണി അത്രയും അതേ അളവിൽ ഇത്രയും ആഴത്തിലാക്കിയിട്ടാണ് നമ്മൾ ആക്കുന്നത്. എന്നിട്ട് ആ പൈസ നമുക്കിപ്പം വരാനുള്ളത്. കൈതക്കാടുള്ള 100ഓളം തൊഴിലാളികൾക്കാണ് ഈ പണം വരാത്തത്. അത് നേരത്തെ തന്നെ വന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷമുള്ള പണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 70 വയസ്സുകാരിയായ ഒരമ്മ ഈ പണിക്ക് പോയി, അവർക്കും പൈസ കിട്ടിയിട്ടില്ല. അവരുടെ വരുമാന മാർഗവും അതുപോലെ തന്നെ മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ വരുമാനത്തിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി അവർക്ക് നൽകാനുള്ള പണം നൽകണം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന് 1 വിക്കറ്റ് കൂടി നഷ്ടമായി. 3 വിക്കറ്റുകൾ ഇപ്പോൾ പാകിസ്ഥാന് നഷ്ടമായി എന്ന വാർത്ത വരുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, ഇന്ത്യ മികച്ച ഫോമിലായി എന്ന് കരുതാമോ? തീർച്ചയായും ഇന്ത്യയുടെ ഒരു തിരിച്ചുവരവാണ് SKN ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയായിരുന്നു പാക് ബാറ്റർമാർ. അത് ഇന്ത്യ ശക്തമായി തിരിച്ചു വരുന്നു. ഇപ്പോൾ 4ാം വിക്കറ്റ് കൂടി നഷ്ടമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 115 റൺസിനെടുക്കുന്ന 4 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ 10 ഓവറിൽ 91 റൺസിന് 1 വിക്കറ്റ് എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അവർ 93 വരെ അങ്ങനെ പോയതാണ്. അവിടെ നിന്ന് ഇന്ത്യ തുടരെ ഇപ്പോൾ 3 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ അങ്ങനെ മത്സരത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. പാകിസ്ഥാന് ഇനി ഇതിൽ നിന്ന് വലിയ കരകയറാനാവുമോ അതോ വലിയ സ്കോറിലേക്ക് പോകാനാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. തുടക്കത്തിൽ ഇന്ത്യ 2
ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതിന് വലിയ വില തന്നെ നൽകേണ്ടി വന്നു. ഫർഹാനും ഒപ്പം തന്നെ അയൂബും വലിയ രീതിയിൽ ഇന്ത്യക്ക് പ്രയാസമുണ്ടാക്കുകയും സ്കോർ വളരെ വേഗത്തിൽ തന്നെ അത് ജസ്പ്രീത് ബുംറയെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ടാണ് ഫർഹാൻ പാകിസ്ഥാന് മികച്ച തുടക്കം നൽകിയത്. പക്ഷേ പാകിസ്ഥാന് രണ്ടാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ഓവർ കതിഞ്ഞ ശേഷം എന്ത് പാകിസ്ഥാന് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ 115 റൺസിന് 4 വിക്കറ്റ് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. പട്ടികവിഭാഗത്തിൽപ്പെട്ട 17 വിദ്യാർത്ഥികളെ പൈലറ്റുമാരാക്കി സംസ്ഥാന സർക്കാർ. 2 LDF സർക്കാരുകളുടെ കാലത്തായി വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് സഹായം നൽകിയെന്ന് സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി. മന്ത്രി OR കേളു നിയമസഭയെ രേഖാമൂലം അറിയിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പറക്കാനുള്ള വാതായനം തുറന്നു നൽകുകയാണ് നമ്മുടെ സർക്കാരുകൾ. 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 17 വിദ്യാർത്ഥികൾക്ക് പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് ധനസഹായം നൽകി. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 പട്ടികജാതി വിദ്യാർത്ഥികൾക്കും 3 പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും 2 പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾക്ക് പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് സർക്കാർ ധനസഹായം നൽകി. ഇതിനായി സർക്കാർ ചെലവഴിച്ചത് 1,85,94,000 രൂപ. 1ാം പിണറായി സർക്കാർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 5 വിദ്യാർത്ഥികൾക്കും 2 പട്ടികവർഗ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 7 വിദ്യാർത്ഥികളെ പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിപ്പിച്ചു. ചെലവ് 74,62,320 രൂപ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഠിച്ചു പൈലറ്റുമാരായത് 7 വിദ്യാർത്ഥികൾ. ചെലവ് 86,49,620 രൂപ. കഴിഞ്ഞ 9 വർഷത്തിനിടെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 1,139 വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിനായി സർക്കാർ കടൽ കടത്തി. 1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചു. വിദേശ സ്കോളർഷിപ്പിനായി ചെലവഴിച്ചത് 223,83,49,907 രൂപ. 2024 ജനുവരി മുതൽ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സർക്കാർ ഏജൻസി മുഖേനയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഒരു വർഷം കൊണ്ട് മാത്രം 87,44,93,973 രൂപ ഒഡാപെക് മുഖേന വിദേശ പഠനത്തിനായി സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇനി ഫ്ലവേഴ്സ് 24 കുടുംബത്തിലുണ്ടായ ഒരു വിയോഗത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കൊട്ടാരക്കര കോട്ടവട്ടം തുണ്ടുവിള വീട്ടിൽ ലത അന്തരിച്ചു. അവർക്ക് 57 വയസ്സ് പ്രായമായിരുന്നു. ഈ അമ്മയ്ക്ക് 24ൻ്റെ കൊട്ടാരക്കരയിലെ സീനിയർ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രൻ്റെ അമ്മയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തെന്മല ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. വളരെ ചെറിയ പ്രായത്തിലെ അമ്മ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ ഒരു പ്രതിസന്ധിയോട് പൊരുത്തപ്പെടാൻ മകന് കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഓരോ പ്രതിസന്ധിയും കടന്നുപോയി മതിയാകൂ. ആ മകന് ധൈര്യം കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. 24ൻ്റെ ആദരാഞ്ജലികൾ. ലോക ലിംഫോമ ദിനത്തിൽ ക്യാൻസർ അതിജീവിതരുടെ സംഗമം കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ നടന്നു. ഇന്ന് ലിംഫോമ വിന്നേഴ്സ് ഡേ എന്ന പേരിൽ കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം. അമരത്ത് ഡോക്ടർ VP ഗംഗാധരനും. ലിംഫോമ രോഗത്തെ ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന സന്ദേശവേദിയായി ലിംഫോമയെ തോൽപ്പിച്ചവരുടെ സംഗമം മാറി. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ചികിത്സയിലൂടെ ലിംഫോമയെ അതിജീവിച്ചവരും അവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്നപ്പോൾ ലിംഫോമ വിന്നേഴ്സ് ഡേ അക്ഷരാർത്ഥത്തിൽ ആഘോഷവേദിയായി. ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിൽ കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ലിംഫോമ ദിനം സംഘടിപ്പിച്ചത്. ജീവിതശൈലിയും ഭക്ഷണക്രമവും നിയന്ത്രിക്കുന്നതിലൂടെ ലിംഫോമ രോഗത്തെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മൾ സമീകൃത ആഹാരമൊക്കെ കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ജനസമൂഹം എന്തും വാരി വലിച്ച് വെട്ടി വിഴുങ്ങി 14 കൊല്ലമായിട്ട് പട്ടിണി കിടന്നു എന്നുള്ള നിലയിൽ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ കേരളത്തിലെ മനുഷ്യർക്ക് പറ്റുന്നത് എന്ന് നമുക്ക് അമ്പരപ്പ് തോന്നും. ലിംഫോമ അതിജീവിതരുടെ സംഗമത്തിലൂടെ ലിംഫോമയെ ഭയത്തോടെ നോക്കിക്കാണുന്നവർക്ക് ആത്മവിശ്വാസം നൽകുകയാണ് ലക്ഷ്യമെന്ന് VPS ലേക്ക് ഷോർ MD SK അബ്ദുള്ള. ലിംഫോമ വിന്നേഴ്സ് ഡേ നടത്തുന്നത് പൊതുജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കാനുള്ളതാണ്. ഈ വിന്നേഴ്സ് അവർ പങ്കുവെക്കുന്ന അവരെങ്ങനെയാണ് ഈ അസുഖത്തെ എതിർത്ത് തോൽപ്പിച്ച് വിജയിച്ചത് എന്നുള്ളത് ബാക്കിയുള്ളവരോട് പറയുമ്പം അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു അവരുടെ അസുഖങ്ങൾ മാറാനും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനുള്ള ഒരു പ്രചോദനമായി മാറുന്നുണ്ട്.
അപ്പോൾ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ലേക്ക് ഷോർ ചെയ്യുന്നുള്ളത്. ലിംഫോമ രോഗത്തെ തോൽപ്പിച്ച് സാധാരണ ജീവിതം നയിക്കാൻ രോഗബാധിതർക്ക് കഴിയുമെന്ന സന്ദേശമാണ് ലിംഫോമ വിന്നേഴ്സ് സംഗമമെന്ന് ഡോക്ടർ VP ഗംഗാധരൻ പറഞ്ഞു. ലിംഫോമ എന്ന ക്യാൻസർ വന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ നമ്മളിവരാരെയും സർവൈവർ അല്ല, ദേ ആർ ഓൾ വിന്നേഴ്സ്. ക്യാൻസറെ വെറുതെ ഭയപ്പെടുന്ന പോലത്തെ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും, നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും, സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. ലിംഫോമയെ തോൽപ്പിച്ചവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു അത്, ഞാൻ പങ്കെടുത്തുകൊണ്ട് പറയല്ല. യുവ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ലിജീഷ് കുമാറിൻ്റെ തിരക്കഥയിൽ പുതിയൊരു സിനിമ വരുന്നു. ആയിഷ, ED എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനാണ് ലിജീഷ് കുമാർ തിരക്കഥ എഴുതുന്നത്. NSS ക്യാമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന റൊമാൻറ്റിക് കഥയായിരിക്കും സിനിമയുടേത് എന്നാണ് സൂചന. പ്രേമം, യൗവനം, നൊസ്റ്റാൾജിയ എന്നീ കോമ്പിനേഷനിലായിരിക്കും ഈ ചിത്രമെന്ന് ലിജീഷ് കുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും ഒക്ടോബർ 2-ാം തീയതിയാണ്. ഗുജറാത്ത്, ഓർമ്മകൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു, IPC 295A, ഓർമ്മയിലെ മണിമുഴക്കം, 51 സാക്ഷികൾ, മമ്മൂട്ടി, കണ്ട് പെരുകുന്ന കടൽ തുടങ്ങി നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ഈ ലിജീഷ് കുമാർ. SK പൊറ്റക്കാട് അവാർഡ്, സുന്ദര രാമസ്വാമി അവാർഡ്, ഗോൾഡൻ ബുക്ക് അവാർഡ്, K സരസ്വതിയമ്മ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. എന്തായാലും ലിജീഷ് നല്ല കഥ എഴുതി നല്ല സിനിമ ഉണ്ടാക്കുക, നന്നായിരിക്കട്ടെ. ദേശീയ ആരോഗ്യ മാധ്യമ ഉച്ചകോടിക്ക് കൊച്ചിയിൽ സമാപനമായി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഒത്തുകൂടി കൊച്ചിയിൽ. ഹെൽത്ത് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയും ആരോഗ്യരംഗത്തെ നിർണായകമായ പ്രശ്നങ്ങളും ഭാവിയും ചർച്ച ചെയ്തു. ആസ്റ്റർ മെഡിസിറ്റി, എറണാകുളം പ്രസ് ക്ലബ്ബ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ചാപ്റ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. കലൂർ IMA ഹാളിൽ നടന്ന ഉച്ചകോടിയിൽ 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോവിഡാനന്തര ആരോഗ്യരംഗം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.